ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി എന്തെന്ന് അന്വേഷിച്ചാൽ വ്യക്തികൾക്കെന്ന പോലെ രാഷ്ട്രങ്ങൾക്കും തനത് വ്യക്തിത്വം ഉണ്ട്. ആർഷഭൂമി എന്നറിയപ്പെടുന്ന ഭാരതഭൂമിയുടെ തനത് വ്യക്തിത്വം ആധ്യാത്മികതയിൽ വേരോടി ഉറച്ചതാണ്. ഭാരതീയ ദേശീയതയുടെ മഹത്വം അതിൻ്റെ സംസ്കാരമാണ്. സനാതന സംസ്കാരത്തിൻ്റെ സർവകാലികവും സർവദേശീയമായ ഗംഗാപ്രവാഹം അവിഛിന്നമായി വേദകാലം മുതൽ ഇവിടെ നിലനിന്നു വരുന്നു. എപ്പോഴൊക്കെയാണോ നമ്മുടെ ഈ സംസ്കാരത്തിന് ആചാരത്തിൻ്റെ മുൾപടർപ്പ് പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുള്ളതൊക്കെ അപ്പോഴൊക്കെ തന്നെ മഹാത്മാക്കൾ ഇവിടെ അവതരിക്കുകയും ആ സംസ്കാര സ്രോതസ്സിനെ തെളിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെളിച്ച ഒരു വ്യക്തിയാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു. മനുഷ്യരുടെ യഥാർത്ഥമായ ജന്മദൗത്യം ആത്മസാക്ഷാത്കാരമാണ്. പക്ഷെ അതറിയാതെ മനുഷ്യൻ ജന്മങ്ങൾ പാഴാക്കി കളയുന്നുണ്ട്. രാഷ്ട്രങ്ങൾക്കും ഇത് സംഭവിക്കാറുണ്ട്. ലക്ഷ്യബോധമില്ലാത്ത രാഷ്ട്രങ്ങൾ നശിച്ചു പോവുകയോ കൃത്രിമമോ വികൃതമോ ആയ ജീവിതം നയിക്കുകയോ ചെയ്യും. നമ്മുടെ സമീപത്തുള്ള ചില രാജ്യങ്ങളെ നോക്കിയാൽ ഇത് ഇന്ന് നടക്കുന്നതായി നമുക്ക് കാണാം. അത് ആ രാഷ്ട്രത്തിനും ലോകത്തിനും മുഴുവനും ഉപദ്രവം ചെയ്യുകയും രാജനൈതികമോ സാമ്പത്തികമോ ആയ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള അനേകം രാഷ്ട്രങ്ങൾ, മതത്തിൻ്റെ പേരിലോ വിഘടനത്തിൻ്റെ പേരിലോ ഉണ്ടായ രാഷ്ട്രങ്ങൾ, അതെല്ലാം പരസ്പരം സംഘർഷത്തിലും സംഘടനത്തിലും ഏർപ്പെടുകയും വലുത് ചെറുതിനെ നശിപ്പിക്കുകയും ലോകത്തിൽ അശാന്തി പരത്തുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ശ്രീരാമചന്ദ്രസ്വാമി അയോധ്യയിൽ ജനിച്ച് ചടയമംഗലം എന്ന നമ്മുടെ ജടായു മംഗലത്തിലും ഇവിടെ പമ്പയിലും ഒക്കെ വന്നെങ്കിൽ ഒരു ദേശത്തിൽ മുഴുവൻ വിഘടനമില്ലാത്ത ഒരു സംസ്കാരത്തിനെ വളർത്തിയെടുക്കുന്നതിന് ശ്രീരാമചരിതത്തിനും രാമായണത്തിനും സാധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും തികച്ചുമൊക്കെ വ്യത്യസ്തമാണ് രാജാക്കന്മാരോ സൈന്യാധിപന്മാരോ വ്യവസായികളോ ഏർപ്പെടുത്തിയ ഒരു രാഷ്ട്രമല്ല ഭാരതം. ഋഷിമാരാണ് ഭാരതരാഷ്ട്രത്തിൻ്റെ വിധാതാക്കൾ. അഥർവവേദത്തിലെ മന്ത്രത്തിൽ പറയുന്നത് ലോക നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് വ്രതത്തോടുകൂടി തപസ്സനുഷ്ഠിച്ച ക്രാന്തദർശികളായ ഋഷിമാരാണ് ഭാരതമെന്ന രാഷ്ട്രം രൂപപ്പെടുത്തിയത്. ഈ പറയുന്ന സംസ്കാരം ഉരുവിടാനുള്ളതല്ല, ഉച്ചരിക്കാനുള്ളതല്ല. ഈ സിദ്ധാന്തങ്ങളെ, ആധ്യാത്മികതയെ ഒരു അനുഭൂതിയായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ആവിഷ്കരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് രാമായണം നിത്യപാരായണത്തിൽ ഉൾപ്പെടുത്തി അത് ഉൾക്കൊണ്ട് ജീവിതം നയിക്കേണ്ട ആവശ്യകത രാമായണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ രാമായണത്തിൻ്റെ പൗരാണികതയുടെ, ശാസ്ത്രീയത്തിൻ്റെ, ആധ്യാത്മികതയുടെ സംസ്കാരത്തിൻ്റെ ഉടമകളായി മാറും. ഹിമവാൻ മുതൽ സേതു പര്യന്തം വരെ വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലവും നാനാവിധ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമായ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം പ്രസിദ്ധമാണ്. വ്യത്യസ്തമായി തോന്നുന്ന സാംസ്കാരിക ധാരകളുടെ ഏകീകരണമാണ് ഭാരതീയ ദേശീയ ഐക്യം. ചിന്നിച്ചിതറിക്കിടക്കുന്ന ആധ്യാത്മിക ശക്തികളെ ഏകീകരിക്കുകയാണ് കർക്കിടക മാസത്തിലൂടെ മുഴുവൻ ഹിന്ദുക്കളും സഹോദര മതവിശ്വാസികളും രാമായണം ഇന്ന് ഉൾക്കൊണ്ടു തുടങ്ങി. ഒരൈക്യത്തിനുള്ള പുരോഗതിയുടെയും വളർച്ചയിൽ ഊറ്റം കൊള്ളുന്ന പാശ്ചാത്യ ജനതയിൽ ഒരു ആധ്യാത്മിക നവോത്ഥാനത്തിൻ്റെ ദിവ്യകാഹളം ഉയർത്തുവാൻ ഭാരതത്തിൻ്റെ സനാതന സംസ്കാരത്തിന് സാധിച്ചിട്ടുള്ളതാണ് മതങ്ങളുടെയൊക്കെ മാതാവായി ലോകം അല്ലെങ്കിൽ ഭാരതത്തിനെ അംഗീകരിക്കുന്നത്. ശത്രുവിൽ പോലും നന്മയുണ്ടെന്ന്, ആ നന്മകളെ കണ്ടെത്തി വികസിപ്പിച്ചാൽ എല്ലാവർക്കും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയാൻ സാധിക്കുമെന്നും രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ഭാരതത്തിലെ പുരാതന ആചാര്യന്മാർ ശത്രുവിനെ അല്ല, ശത്രുവിൻ്റെ ശത്രു സ്വഭാവത്തിന് അല്ലെങ്കിൽ തിന്മയെ അല്ലെ ദുഷ്ടചിന്തയാണ് നശിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നു. ശത്രുവിൻ്റെ ദൗർബല്യം കണ്ടെത്തി ചൂഷണം ചെയ്യുന്നത് ഭാരതീയ സംസ്കാരമല്ല.
ഭാരതീയ സംസ്കാരം യുദ്ധത്തിൽ തളർച്ച പറ്റിയ രാവണനോട് യുദ്ധം നിർത്തി ഇനി അടുത്ത ദിവസം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്ന് മഹാനായ ശ്രീരാമചന്ദ്രൻ പറഞ്ഞതായി രാമായണം രേഖപ്പെടുത്തിയതിൽ നിന്നും ശത്രുവിൻ്റെ ദൗർബല്യം ചൂഷണം ചെയ്ത് വിജയം കണ്ടെത്തുന്ന ഒരു മാർഗം നമുക്ക് വേണ്ട എന്ന് രാമമാർഗം സ്വീകരിച്ച മഹാത്മജിയും പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ജഗദേകനീസം എന്നും വസുധൈക കുടുംബകമെന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തുവെന്നും വിശ്വസിക്കുന്നു. ആധ്യാത്മികതയിൽ വേരൂന്നിയ ഭാരത ദേശീയത വേദങ്ങളിൽ നമ്മുടെ പുരാണ ക്ലാസിക് കൃതികളുടെ എല്ലാ സ്ഥലത്തും വ്യക്തമായിട്ട് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. മാതാവും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ മനോഹരമാണെന്ന് വലുതാണെന്ന് വേദ ഉപനിഷത്തുക്കളും പുരാണ ഇതിഹാസങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഭാരതീയ ദേശീയ പൈതൃകത്തിൽ ലയിച്ചു കിടക്കുന്ന വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും വൈചിത്ര്യങ്ങളെയും ആധ്യാത്മികതയുടെ പൊന്നൂലിൽ കോർത്തിണക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് ജനജീവിതം നയിക്കുവാനും അതുവഴി രാഷ്ട്രത്തിനെ ഉയർത്തിയെടുക്കുവാനും ഒരു ഇച്ഛാശക്തി ഓരോ വ്യക്തിയിലും നമുക്കുണ്ടാക്കിയെടുക്കുവാൻ ഈ രാമായണ പാരായണം കൊണ്ടും അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ സ്വീകരിക്കുന്നത് കൊണ്ടും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഛിദ്രശക്തികളുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ വിജയിക്കാതെ ഭാരതത്തിനോടൊന്നും ഏക്കാതെ ഭാരതത്തിൻ്റെ മുമ്പിൽ എന്ത് ധ്വംസന പ്രവർത്തനങ്ങളുമായിട്ട് ആര് വന്നാലും തകർന്ന് മണ്ണടിയുന്നത് നമ്മുടെ ഈ സംസ്കാരം കൊണ്ടാണ്. ആധ്യാത്മിക ചിന്തയിൽ അജയ്യരാണ് ഭാരതീയർ. ഓരോ ഭാരതീയനും സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തിലൂടെ ഈശ്വരനെ ദർശിക്കണമെന്നാണ് ഋഷിമാർ പറഞ്ഞിരിക്കുന്നത്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പത്തി വികാസ പരിണാമഘട്ടങ്ങളിലും നമ്മെ പ്രബുദ്ധരാക്കുവാൻ ഭാരതത്തിൻ്റെ അതിപ്രാചീനമായ സംസ്കൃതകളും അതുപോലെ നമ്മുടെ ഇതിഹാസ സാഹിത്യങ്ങളും നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. ഭാരതത്തിൻ്റെ ധർമ്മ പ്രതീകമായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മാർഗം എന്നെന്നും, അതായത് ഒരു വ്യക്തിക്ക് ഒരേ സമയത്ത് പല കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവിടെ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഈ രാജ്യം രാമരാജ്യമാക്കിയവനാണ് ശ്രീരാമചന്ദ്രസ്വാമി. സജ്ജനങ്ങളെ, ആധ്യാത്മിക പ്രാണവായുവായി സ്വീകരിച്ചിരിക്കുന്ന സനാതന മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന തത്വങ്ങളാണ് രാമായണത്തിലുള്ളത്. രാമായണത്തിൻ്റെ അകത്തേക്ക് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രവേശിക്കാം. എല്ലാവർക്കും നന്മ നേരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.